ഹലോ. ഒരു 4 മണിയായപ്പോൾ ദാ കിച്ചണിലോട്ട് വരണുണ്ടേ. ഇഫ്താറിന് എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കണല്ലോ എന്ന് കരുതി വന്നതാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ ഞാന് മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അനിയത്തിയുടെ മക്കളെ കൊണ്ടിട്ടോ. അപ്പോൾ അവർക്ക് നോമ്പായാലും ശരി തന്നെ മന്തി കഴിക്കണമെന്നുണ്ട് ഒരു ഭയങ്കര ഒരാഗ്രഹം. അങ്ങനെ ഞാൻ ദേ മന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അവർ എന്തായാലും തരുമ്പോൾ അതിൻ്റെ നെയ്യും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ടാവും. അതൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാണ്. സാധാരണയായിട്ട് നമ്മൾ മന്തി റൈസ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് ഫോർക്ക് കൊണ്ടിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. പതിവ് നിറയെ ഒന്ന് കുത്തി കൊടുക്കും. പക്ഷെ ഞാൻ കരുതി ഇതിപ്പോൾ ഒരു കത്തി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ അതിനേക്കാൾ കുറച്ചുകൂടെ ആഴത്തിൽ തന്നെ ഒന്ന് വരഞ്ഞു കൊടുത്തു. എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ കുറച്ചധികം ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എന്തായാലും ഞാൻ കരുതി അൽഫാം ചിക്കൻ കൂടി ഉണ്ടാക്കാം. എന്തായാലും ഇന്ന് മൊത്തത്തിൽ ഒന്ന് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതി തീരെ ചെറുതല്ലാത്ത ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ നടുക്കുള്ള ആ ഭാഗം ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അത് നല്ല ചെറുതായിട്ട് തന്നെ എടുക്കണം. ചിക്കൻ വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയാമല്ലോ മന്തി ഉണ്ടാക്കുമ്പോൾ സെല്ല ബസ്മതി റൈസ് എന്നോ മന്തി റൈസ് എന്നൊക്കെ ചോദിച്ച് തന്നെ വാങ്ങിക്കണം കേട്ടോ. ഇതിപ്പോൾ 120 125 രൂപ കണ്ടാണ് ഒരു കിലോയ്ക്ക്. ആ ഒരു 2 ഗ്ലാസ് 2.5 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2, 3 വെള്ളം കഴുകിയിട്ട് എന്തായാലും ഒരു 10-20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ വെള്ളത്തിൽ ഞാൻ ദാ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 20-25 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കരുതി ആ ഒരു അൽഫാം ചിക്കന് വേണ്ടിയിട്ട് ഒരു മസാല ആക്കി എടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അൽഫാം റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. ചിക്കൻ ഒന്ന് നമ്മൾ ആ ഒരു കൂട്ടൊക്കെ റെഡിയാക്കി വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ മോർണിംഗിലോ നാളെ ഈവനിങ്ങിലോ ഒക്കെ എടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. കുറച്ച് പെരുംജീരകവും ചെറിയ ജീരകം അതുപോലെ പട്ട അതുപോലെ ഏലക്ക ഇതൊക്കെ ഇട്ട് 2-3 വറ്റൽമുളക് കൂടെയൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി അതൊന്ന് പൊടിച്ച് വെക്കണം കേട്ടോ. അത് പൊടിച്ചതിന് ശേഷം ഞാൻ അരി ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് ഊറ്റിയെടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ സാധാരണ സെല്ല ബസ്മതി റൈസ് മന്തിക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേവിച്ച് വറ്റിക്കുകയല്ലല്ലോ. അതൊന്ന് വെള്ളത്തിൽ കുറച്ച് ഓയിലും ഉപ്പും കൂടെ ഒഴിച്ചിട്ടൊന്ന് നല്ല തിളച്ച ശേഷം ഈ റൈസ് ഇട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. പിന്നെ വേകാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. സാധാ റൈസ് പോലെയല്ല, കുറച്ച് ടൈം എടുക്കുക. അത്യാവശ്യമുള്ള വേവ് നോക്കി നമ്മളൊന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചാൽ മതി. മന്തിയുടെ ചിക്കൻ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലോട്ട് കുരുമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കം അതുപോലെ ഏലക്ക, ഉപ്പ് നമ്മൾ ചേർക്കേണ്ട അറിയാമല്ലോ. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു 2-3 എത്രയാണ് നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് അതൊന്ന് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കളർ വേണമെങ്കിൽ ചേർക്കുക. കളർ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കളർ ചേർക്കുക. അപ്പോൾ കളർ അധികം ചേർക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ മറക്കണ്ട. ഒരു 4 ടേബിൾ സ്പൂണോളം ഞാനിതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഉണക്കനാരങ്ങ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. സമയമില്ലാത്ത നേരത്ത് എടുത്ത് വെക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഞാനൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഒരു സ്റ്റൗവിൽ മന്തി കയറ്റിയിട്ടുള്ള ചിക്കനും അടുത്ത സ്റ്റൗവിൽ നമ്മുടെ സെല്ല ബസ്മതി റൈസും വേവുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ റെഡിയായി വരുന്ന സമയത്തേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ട് നമ്മുടെ അൽഫാം ചിക്കന് വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. പിന്നെ അതിലോട്ട് വേറൊരു നമ്മുടെ ഒരു കൂട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അത് മല്ലിയിലയും പുതിനയിലയും സവോളയും വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് അതൊന്ന് അരച്ചെടുത്ത് പിന്നെ തൈരിലോട്ട് കുറച്ച് നാരങ്ങാനീര് ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് എല്ലാം ചിക്കൻ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടായിരുന്ന ഒരു കൂട്ടും ഇപ്പോൾ അരച്ച് വെച്ച പേസ്റ്റും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചിക്കനിലോട്ടൊന്ന് പിടിപ്പിച്ചെടുത്ത് നമ്മൾ മാറ്റി വെച്ചാൽ മതി. ഒരു 12 മണിക്കൂർ മാറ്റി വെച്ചാൽ അത്രയ്ക്കും നല്ലത്. പിന്നെ വേണമെങ്കിൽ അത്യാവശ്യം ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോൾ റെഡിയാക്കി. ഞാനിപ്പോൾ എന്തായാലും ഇന്ന് എടുക്കുന്നില്ല, ഈ ഒരു ചെയ്ത കൂട്ടത്തിൽ ചെയ്തേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ ഏർലി മോർണിംഗ് നമ്മൾ ഇടത്താഴത്തിന് എണീക്കുമ്പോൾ പാടാണ് കേട്ടോ. ഇത് കുറച്ച് നേരം ഞാനിങ്ങനെ ചിക്കൻ ഗ്രില്ലായിട്ടല്ല ചെയ്യുന്നത്, ഫ്രൈ പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് രാവിലെ നടക്കുന്നത് എന്തായാലും നാളെ പൊരിക്കുമ്പോൾ എടുക്കത്തക്ക രീതിയിൽ അങ്ങ് റെഡിയായി ഫ്രിഡ്ജിൽ വെക്കാണ് പതിവ്. അപ്പോഴേക്കും ഈ ചിക്കൻ ഞാൻ നോക്കുന്നുണ്ട്. മന്തിക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ നോക്കുന്നുണ്ട്, റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി ചോറും കൂടെ റെഡിയാകുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് വലിയ പാടൊന്നുമില്ല. പിന്നെ നിങ്ങൾ ശരിക്കും നോമ്പായിട്ട് എന്താ ഈ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതെന്ന്. അപ്പോൾ കുട്ടികളിങ്ങനെ സ്ഥിരം ഡെയിലി ഒരു 10-18 ദിവസമൊക്കെ നോമ്പെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇടയ്ക്ക് ഇത് വല്ലപ്പോഴും കഴിക്കുന്ന ഫുഡല്ലേ. അപ്പോൾ നോമ്പ് പിടിച്ചിരിക്കുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ തോന്നും. പക്ഷെ ലേശം അവർ ഓരോ സ്പൂണോ 2 സ്പൂണോ അങ്ങനെ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്കും വേണ്ടി ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫ്രിഡ്ജിൽ വെക്കാമല്ലോ എന്ന് കരുതി ഇതേ മഞ്ഞ കളറിന് പകരം പാലിൽ കുറച്ച് മഞ്ഞ പൊടിയൊക്കെ ഇട്ട് അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളർ കൊടുത്തു, ഒരുപാടൊന്നും ഇട്ടില്ല, ഇച്ചിരി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ഒരു ലുക്ക് വേണ്ടേ, അതിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ റൈസ് വൃത്തിയായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത്
നമ്മൾ ഇടയത്താഴത്തിന് കഴിക്കാതിരുന്നാൽ മതി. നോമ്പ് മുറിക്കുമ്പോൾ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് ഒരു കുറച്ച് കഴിച്ചതൊന്നും അതിന് പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇടയത്താഴത്തിന് ഞാൻ കൊടുത്തതുമില്ല, കുട്ടികൾ അത് കഴിച്ചതുമില്ല. ചോദിച്ചു കേട്ടോ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഇത് റെഡിയാക്കി എടുത്തു. നല്ല നല്ല അതിൻ്റെ ഒരു മണം തന്നെ ആ ചിക്കൻ സ്റ്റോ ക്യൂബ് ഇടുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അതാണ് ഈ മന്തിയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. റെഡിയാക്കി എടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. നോമ്പ് തുറച്ചപ്പോൾ കഴിച്ചപ്പോഴും നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മയണൈസ് എന്തായാലും വേണം. മയണൈസ് റെഡിയാക്കി എടുത്തു. കുറച്ച് ഒരു ഗ്രേവി കൂടെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് മക്കൾ അങ്ങനെ വലുതായിട്ട് കഴിക്കാറില്ല. എന്നാലും ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് റെഡിയാക്കിയെന്നേ ഉള്ളൂ. മയണൈസും മന്തിയും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്.